നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു DC മെഷീന്റെ കണ്ടിന്യൂയിറ്റിയും ഇൻസുലേഷൻ റെസിസ്റ്റൻസും എങ്ങനെ പരിശോധിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഈ എക്സസൈസിലേക്ക് സ്വാഗതം. ഈ വീഡിയോ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവയൊക്കെ സാധ്യമാകും. ഒരു മെഗർ ഉപയോഗിച്ച് കണ്ടിന്യൂയിറ്റിക്കായി ഒരു DC മെഷീൻ പരിശോധിക്കും. ഒരു മെഗർ ഉപയോഗിച്ച് വൈൻഡിങ്ങുകൾക്കിടയിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസിനായി ഒരു DC മെഷീൻ പരിശോധിക്കുക. ഒരു മെഗർ ഉപയോഗിച്ച് വൈൻഡിങ്ങുകൾക്കും ബോഡിക്കും ഇടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസിനായി ഒരു DC മെഷീൻ പരിശോധിക്കുക. ഈ എക്സസൈസിന് ആവശ്യമായ മെഷീനറികളും ഉപകരണങ്ങളും നമുക്ക് ശേഖരിക്കാം. ഇൻസുലേറ്റഡ് കട്ടിംഗ് പ്ലെയേഴ്സ്, മെഗർ, സ്ക്രൂഡ്രൈവർ, ഡബിൾ എൻഡഡ് സ്പാനർ സെറ്റ്, DC കോമ്പൗണ്ട് മെഷീൻ. കണ്ടിന്യൂയിറ്റിക്കായി ഒരു DC മെഷീൻ ടെസ്റ്റ് ചെയ്യുക. DC മെഷീന്റെ ഡെസിഗ്നേറ്റഡ് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് ഫ്യൂസ് കാരിയറുകൾ നീക്കം ചെയ്യുക. നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസുകൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. മാർക്കിങ്ങിൽ നിന്ന് ടെർമിനലുകളുടെ പാരുകൾ തിരിച്ചറിയുക. ഒരു മെഗർ ഉപയോഗിച്ച് ആമച്വർ ടെർമിനൽസ് A1 ആൻഡ് A2 കണ്ടിന്യൂയിറ്റി പരിശോധിക്കുക. ഒരു മെഗർ ഉപയോഗിച്ച് സീരീസ് ഫീൽഡ് ടെർമിനൽസ് D1 ആൻഡ് D2 കണ്ടിന്യൂയിറ്റി പരിശോധിക്കുക. ഒരു മെഗർ ഉപയോഗിച്ച് ഷണ്ട് ഫീൽഡ് ടെർമിനൽസ് E1 ആൻഡ് E2 കണ്ടിന്യൂയിറ്റി പരിശോധിക്കുക. ഒരേ വൈൻഡിങ്ങിന്റെ ടെർമിനലുകൾക്കിടയിലുള്ള കണ്ടിന്യൂയിറ്റി നിർബന്ധമാണ്. ഒരേ വൈൻഡിങ്ങിന്റെ ടെർമിനലുകൾക്കിടയിലെ കണ്ടിന്യൂയിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസുലേഷൻ ടെസ്റ്റുമായി മുന്നോട്ടു പോകാൻ കഴിയൂ. ചില സമയങ്ങളിൽ കണ്ടിന്യൂയിറ്റി ടെസ്റ്റ് ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ടുകൾ വെളിപ്പെടുത്തില്ല. വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് അളക്കുകയും കൃത്യത പരിശോധിക്കുന്നതിനും മുമ്പത്തെ താരതമ്യം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും മികച്ച രീതി. വൈൻഡിങ്ങുകൾക്കിടയിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസിനായി ഒരു DC മെഷീൻ ടെസ്റ്റ് ചെയ്യുക. കോളങ്ങളിൽ തീയതി, സമയം, കാലാവസ്ഥ, ഡ്യൂട്ടി സൈക്കിൾ എന്നിവ ടാബുലേഷനിൽ പൂരിപ്പിക്കുക. ആർമേച്ചറിനും ഷണ്ട് ടെർമിനലുകൾക്കുമിടയിൽ മെഗർ കണക്ട് ചെയ്യുക. മെഗർ അതിന്റെ റേറ്റഡ് സ്പീഡിൽ കറക്കി റീഡിങ്ങുകൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. സീരീസ് ഫീൽഡ്, ഷണ്ട് ഫീൽഡ് ടെർമിനലുകൾക്കിടയിൽ മെഗർ കണക്ട് ചെയ്ത് മെഗർ കറക്കി റീഡിങ്ങുകൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. ആർമേച്ചറിനും സീരീസ് ഫീൽഡിനും ഇടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കാൻ മെഗർ കണക്ട് ചെയ്യുക. മെഗർ കറക്കി റീഡിങ്ങുകൾ ശ്രദ്ധിക്കുക. രേഖപ്പെടുത്തിയ റീഡിംഗ് 1 മെഗാ ഓമിനേക്കാൾ കുറവായിരിക്കരുത്. ആർമേച്ചറിനും വൈൻഡിങ്ങിനും ബോഡിക്കും ഇടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസിനായി ഒരു DC മെഷീൻ പരിശോധിക്കുക. കോളങ്ങളിൽ തീയതി, സമയം, കാലാവസ്ഥ, ഡ്യൂട്ടി സൈക്കിൾ എന്നിവ ടാബുലേഷനിൽ പൂരിപ്പിക്കുക. അമച്വറിനും ബോഡിക്കുമിടയിൽ മെഗർ കണക്ട് ചെയ്ത് മെഗർ കറക്കി റീഡിങ്ങുകൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. സീരീസ് വൈൻഡിങ്ങിനും ബോഡിക്കുമിടയിൽ മെഗർ കണക്ട് ചെയ്ത് മെഗർ കറക്കി റീഡിങ്ങുകൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക.
ഷണ്ട് വൈൻഡിങ്ങിനും ബോഡിക്കുമിടയിൽ മെഗ്ഗർ കണക്ട് ചെയ്ത് മെഗ്ഗർ കറക്കി റീഡിങ്ങുകൾ ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും റീഡിംഗ് 0 ohms ആണെങ്കിൽ വൈൻഡിങ്ങും ബോഡിയും തമ്മിലുള്ള ഷോർട്ട് സർക്യൂട്ടിനെ സൂചിപ്പിക്കുന്നു. റീഡിംഗ് 1 മെഗാഓമിൽ കുറവാണെങ്കിൽ ഇൻസുലേഷൻ വീക്കാണെന്ന് കാണിക്കുന്നു. വാല്യൂ മെഗാഓമിൽ കുറവാണെങ്കിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവ സാധ്യമാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു മെഗ്ഗർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റിക്കായി ഒരു DC മെഷീൻ പരിശോധിക്കുക. ഒരു മെഗ്ഗർ ഉപയോഗിച്ച് വൈൻഡിങ്ങുകൾക്കിടയിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസിനായി ഒരു DC മെഷീൻ പരിശോധിക്കുക. ഒരു മെഗ്ഗർ ഉപയോഗിച്ച് വൈൻഡിങ്ങുകൾക്കും ബോഡികൾക്കും ഇടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസിനായി ഒരു DC മെഷീൻ പരിശോധിക്കുക. DC മെഷീന്റെ കണ്ടിന്യൂറ്റി, ഇൻസുലേഷൻ എന്നിവയ്ക്കായുള്ള പരിശോധനകൾ സംബന്ധിച്ച ഈ എക്സസൈസ് ഇതോടെ പൂർത്തിയാകുന്നു. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.